ഇവിടെ നമ്മുടെ പാഠം कौन सा पाഠം है दोसा और चटनी दोसा और चटनी എന്ന പാഠത്തിലെ മറ്റൊരു പ്രവർത്തനം. ഇതിലെ ഒന്ന് രണ്ട് പ്രവർത്തനങ്ങൾ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇതിലെ മറ്റൊരു പ്രവർത്തനം നൽകിയിട്ടുള്ളത്. സവാൽ എന്താണ് ചോദ്യം നോക്കൂ. ഇവിടെ ചോദ്യം ഹഫ്ത മഹീന രാസ്ത हफ्ता महीना रास्ता इसी तरह 3 अल्फाज है മൂന്ന് പദങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. उसके बाद एक कहता है बच्चों ऊपर दिए गए अल्फाज और से पढ़िए बच्चों ऊपर दिए गए अल्फाज और से पढ़िए മുകളിൽ നൽകിയ ഈ മൂന്ന് പദങ്ങൾ ശ്രദ്ധയോടുകൂടി വായിക്കൂ. इसी तरह के और भी चंद हम आवाज अल्फाज है ഇവിടെ ഇതുപോലെയുള്ള മറ്റു ചില ഹമ്മാവാസ് അൽഫാസ് ഉണ്ട്. സത്യത്തിൽ ഇത് ഹമ്മാവാസ് അൽഫാസ് ഇത് പറയാൻ പറ്റൂല. എന്നാൽ പോലും ഇതിന്റെ ഒരു സിമിലാരിറ്റി എന്താണ്, അവസാനത്തിൽ ഹേ വരുന്നു എന്നതാണ്. യക്ചഷ്മി ഹേ എന്നത് ഈ മൂന്ന് പദത്തിന്റെയും അവസാനത്തിൽ വരുന്നു. അതേസമയം ഇത് ഹമ്മാവാസ് അൽഫാസ് എന്ന് പറയാൻ കഴിയൂല. എന്നാൽ പോലും ഇതിലുള്ള സിമിലാരിറ്റി എന്താണ്, ഈ പദങ്ങളുടെ അവസാനത്തിൽ ഹേ വരുന്നു എന്നുള്ളതാണ്. യക്ചഷ്മി ഹേ വരുന്നുണ്ട്. അപ്പൊ ഇതുപോലെ അവസാനത്തിൽ യക്ചഷ്മി ഹേ വരുന്ന പദങ്ങള് തെരഞ്ഞെടുത്ത് എഴുതാനുള്ള പ്രവർത്തനമാണ്. വളരെ സിമ്പിളായ ഒരു പ്രവർത്തനമാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തുണ്ട്, ഇവിടെ കുറച്ച് പദങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈ പദങ്ങളിൽ ഏതൊക്കെയാണ് ഈ ഗണത്തിൽ പെടുന്നത്, അഥവാ ഹഫ്ത പോലെ, മഹീന പോലെ, രാസ്ത പോലെ വരുന്ന പദങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഒക്കെ രാസ്ത എന്നുള്ള ഇതിലുണ്ട്. അതുകൊണ്ട് ഞാൻ രാസ്ത എന്നത് ആദ്യം തന്നെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാൻ, രാസ്ത എന്നതിനെ ഞാൻ ആദ്യം തന്നെ സെലക്ട് ചെയ്യാൻ പോവാണ്. യെസ്, ഈ രാസ്ത നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിനെ ഞാൻ താഴോട്ട് ഇറക്കി എഴുതാണ്. ഓക്കെ, രാസ്ത, അല്ലെങ്കിൽ അതിനെ നമുക്ക് വേറെ കളറിലാക്കാം അല്ലെ. ഓക്കെ, രാസ്ത എന്നത്. ഓക്കെ, അപ്പൊ ഹഫ്ത മഹീന രാസ്ത. ഇനി ഏതാള്ളത്, ബാരിഷ് പറ്റുമോ? ഇല്ല, അവസാനം ഷീനാണ്. അപ്പൊ ഒഴിവാക്കാം അല്ലെ. നമുക്ക് ഇതിനെ നമുക്ക് മാറ്റി നിർത്താം. ഓക്കെ, ഇത് വേണ്ട. ഇനിയോ കോശിഷ്, ഇതിലും അതുപോലെ തന്നെ ബാരിഷ് പോലെയാണ് കോശിഷ്. അപ്പൊ അത് വേണ്ട. ബർസാത്ത്, അവസാനം ഏതാ അക്ഷരം, തേ എന്നാണ്. അത് വേണ്ട. നാഷ്ത അവസാനത്തെ അക്ഷരം ഏതാ, ഹേ ആണ് അല്ലെ. ഹേ ആണ്ട് നമുക്ക് ഇതിനെന്ത് ചെയ്യാം, തിരഞ്ഞെടുക്കാം, സെലക്ട് ചെയ്യാം. ഇതിനെയും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ബസ്ത എന്ന് പറഞ്ഞാൽ ബാഗ്, ബാഗ്, ബസ്തയും നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിലെയും അവസാനത്തെ അക്ഷരം ഹേ എന്നതാണ്. ഗാഡി എന്നത് അവസാനത്തെ അക്ഷരം യാ ആയതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാം. കർത്ത പറയുമ്പോൾ ഒരുപോലെ തോന്നുന്നുണ്ട്, പക്ഷെ ഇവിടെ ലാസ്റ്റ് അക്ഷരം അലിഫാണ്. അപ്പൊ അതുകൊണ്ട് അത് സെലക്ട് ചെയ്യാൻ കഴിയില്ല. ഇനി റിഷ്ത എന്ന് പറഞ്ഞാൽ എന്താ, റിഷ്ത എന്ന് പറഞ്ഞ ബന്ധം എന്നാണ് അർത്ഥം. റിഷ്ത ബന്ധം, റിഷ്തേദാർ എന്ന് പറഞ്ഞ ബന്ധുക്കൾ എന്നാണ് അർത്ഥം. റിഷ്ത ബന്ധം, അതിന്റെ അവസാനം എന്താണ്, അവസാനം ഹേ, അതുകൊണ്ട് അത് തിരഞ്ഞെടുക്കാം. റഫ്ത എന്ന് പറഞ്ഞാൽ പതുക്കെ എന്നാണ് അർത്ഥം. ഇതിന്റെയും അവസാനം ഹേ എന്നതാണ്. അപ്പൊ ഇതിന്റെ എല്ലാം എന്താണ്, ഇതിന്റെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് എന്താ, ഇതിന്റെ അവസാനത്തിൽ വരുന്ന അക്ഷരം ഹേ ആണ് എന്നതാണ്. യക്ചഷ്മി ഹേ ആണ് ഈ പദങ്ങളുടെ മുഴുവൻ അവസാനം വരുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇവയെല്ലാം ഒരുപോലെ ആയിട്ടുള്ളത്. അപ്പോൾ ഈ പ്രവർത്തനത്തിന്റെ ഉത്തരങ്ങളായി നിങ്ങൾക്ക് എഴുതാവുന്ന വളരെ സിമ്പിളായ കുറച്ച് പദങ്ങളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് പദങ്ങൾ, അവസാനം ഹേ വരുന്ന പദങ്ങൾ കണ്ടെത്താൻ കഴിയും. അങ്ങനെയുള്ളത് കണ്ടെത്തി കൂടുതൽ പദങ്ങൾ നിങ്ങൾ എഴുതി ചേർക്കണം. ഓക്കെ, ശുക്രിയ, ഖുദാ ഹഫീസ്.